CCTV ഫുട്ടേജ് എന്താ വെച്ചാൽ ഇലക്ഷന്റെ അന്ന് ഉച്ചയ്ക്ക് CCTV ഫുട്ടേജ് അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. ആ ലേഡിയും പിന്നെ അവിടെ ഒരു പ്രവർത്തകനുണ്ട്. ആ പ്രവർത്തനം കൂടിയിട്ടാണ് ആ CCTV അവിടുത്തെ DVR മാറ്റുന്നത്. അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന DVR ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ അന്നത്തോടു കൂടി അവിടുത്തെ DVR മാറ്റി പുതിയ DVR സ്ഥാപിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ, അല്ലെങ്കിൽ ഒരു നേതാക്കൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്രയും കള്ളത്തരം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ DVR അവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യകത ഇല്ലല്ലോ. സംഘടനാ സെക്രട്ടറിയുടെ പങ്കുണ്ട്, മുരളി കുളങ്ങാട്ട് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, പിന്നെ അഡ്വക്കേറ്റ് അനീഷ് കുമാർ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിന്റെ ഫലമായിട്ടുള്ള ഒരു മുക്കലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇലക്ഷൻ എത്തിയ പല ഫണ്ടുകളും ഇത്തരത്തിൽ തിരിമറി നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നതാണ്. തൃശ്ശൂരിൽ എത്രത്തോളം പണം ഇങ്ങനെ മുക്കിയെന്ന് താങ്കൾക്ക് അറിവുണ്ട്? അങ്ങനെ കണക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞത് 17 ചാക്കാണ് ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടത്. അതായത് ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സംഘടനാ സെക്രട്ടറിയുടെ റൂമിലേക്ക് കൊണ്ടുപോയത്. അത് ഇലക്ഷന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അത് വീട് ആരെയാന്ന് നമുക്കറിയില്ല. മുരളി കുളങ്ങാട്ടിന്റെ അധീനതയിലുള്ളതാണ് ആ വീടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. CCTV ഓഫ് ചെയ്യാനായിട്ട് എന്നോട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് സുജയ് സേൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വന്നതിന് ശേഷം എനിക്ക് CCTVയുടെ പോയിട്ട് അവിടെയുള്ള ഈ എന്താ പറയുക ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയമാകുമ്പോൾ ഒന്ന് മാറി നിന്നാൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ മാറി നിന്നിട്ടുണ്ടോ ആ സമയത്ത്? ഇല്ല, അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ DVR മാറ്റിയല്ലോ, മാറി നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. DVR മൊത്തത്തിൽ മാറ്റിയാണ് ഉണ്ടായത്. നിങ്ങൾ എന്തിനാണ് അവിടെ പിരിച്ചുവിട്ടത്? അത് കാരണം ഇപ്പൊ ഇത്രയും കാരണം പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായത് കൊണ്ട് ഞാൻ ഇനി അവിടെ തുടരുന്നത് അവർക്ക് ആപത്ത് എന്നുള്ളൊരു ആലോചനയിലായിരിക്കാൻ മാറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എതിർത്തല്ല, ഞാൻ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഞാനിവിടെ രാത്രി താമസിക്കുന്ന ഒരാളാണ്, എനിക്ക് ഭയമുണ്ട് അവിടെ നിൽക്കാനായിട്ട് ഇത്ര അധികം പൈസ ഉള്ളപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് ഓഫീസ് സെക്രട്ടറി അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അത് സംഘടനാ സെക്രട്ടറി നോക്കുന്നു പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ മറ്റും അറിയിച്ചിട്ടുണ്ടോ? ഞാൻ മെയിൽ ഓൾറെഡി അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട്. ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട എന്റെ പിറ്റേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇല്ല, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല, യാത്രയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വൈകാതെ അതിനുള്ള മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിനുശേഷം ഈ വെളിപ്പെടുത്തൽ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ ഭയമുണ്ടോ? അതായത് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ ജീവന് ഭീഷണി ഏത് വിധേനയും അവരെന്നെ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ അവരുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചാലും പൂർണ്ണ ഉത്തരവാദി സംഘടനാ സെക്രട്ടറി KP സുരേഷ്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സുജയ് സേനൻ, അഡ്വക്കേറ്റ് KR ഹരി, ഇവർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് എന്ത് സംഭവിച്ചാലും. ഈ ജസ്റ്റിൻ ജേക്കബ് അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ, അവരുടെ അറിവോട് കൂടിയാണോ ഇത് നടന്നിട്ടുള്ളത്? അത് അദ്ദേഹത്തിന് ചാർജ് നാട്ടികയിലായിരുന്നു. അറിവോട് കൂടി ആയിരിക്കാം, അല്ലായിരിക്കാം, അത് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. കള്ളപ്പണമാണെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? ഇലക്ഷൻ ഫണ്ട് ആണെന്നും പറയപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കള്ളപ്പണമാണെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? ഇലക്ഷൻ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു പോവേണ്ടതാണ്, അല്ലെങ്കിൽ അടുത്ത എവിടെയാണോ ഇലക്ഷൻ അവിടേക്ക് ഇലക്ഷൻ ഫണ്ടായിട്ട് പോവേണ്ടതാണ്. അതിനാണെന്നാണ് ആ TN രജിസ്ട്രേഷൻ കാറിൽ കൊടുത്തുവിട്ട ആ 1 കോടി മാത്രം കൊടുത്തുവിട്ടത്. അതിനാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പർപ്പസിനാണ് ആ TN വണ്ടിയിൽ കൊടുത്തുവിട്ടതെന്ന് എനിക്കറിയില്ല. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കണം. അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഫണ്ട് സൂക്ഷിച്ചു, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്നാണ് പിന്നീട് ഈ ഫണ്ട് മാറ്റിയിട്ടുള്ളത് അല്ലെ?